الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم، وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. من عمل صالحا فلنفسه ومن أساء فعليها ثم إلى ربكم ترجعون. صدق الله مولانا العظيم. حاسبوا أنفسكم قبل أن تحاسبوا. صدق رسول الله صلى الله عليه وسلم. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. السلام عليكم ورحمة الله وبركاته. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഒരുമിച്ച് കൂടൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത മർഹൂം PMK ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ മഞ്ചത്ത മഖ്ബറുടെ പള്ളക്കാണ് മൂപ്പർ അന്ത്യവിശ്രമങ്ങളെന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട PMK ഉസ്താദാണ് ഈ സാരിയ എന്ന ഈ കുഗ്രാമത്തിൽ ഒരു ദീനിൻ്റെ ഒരു വളക്ക്, ദീനിൻ്റെ ഒരു പ്രകാശം കൊളുത്തിയത്. പരിശുദ്ധ ദീനിൻ്റെ ഒരു പ്രകാശത്തിന് തുടക്കം കുറിച്ചത് മൂപ്പരാണെന്നാണ് എൻ്റെ ഓർമ്മയല്ല, എൻ്റെ ഉറപ്പ് തന്നെയാണ്. അങ്ങനെ അതിൻ്റെ കൂടെ പിന്നെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ വരാൻ തുടങ്ങി ഏകദേശം ഒരു 10-40 കൊല്ലത്തിൻ്റെ ബന്ധമായി ഈ സാരിയായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇവിടുത്തെ എല്ലാ നല്ല കാര്യത്തിനും ഒരു തുടക്കം കുറിച്ച ആൾ, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. മർഹൂം PMK ഉസ്താദ് മൂപ്പരെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ, മൂപ്പർ ആഖിറ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അന്ന് തന്നെ ചെറുപ്പക്കാരനായ, ഇന്നും ഇപ്പോൾ വയസ്സ് കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലും ബാക്കി ആൾക്കെല്ലാം ഇന്നും ചെറുപ്പക്കാരൻ തന്നെയാണ്. ഗൗസിയായി സുഖ അങ്ങനെ മുള്ളിലേട്ടിൽ വന്നിട്ട് ബസ് ഇറങ്ങി കാണുന്ന ഒരു എംപ്ലോയറും ഒരു ഗ്യാസ് ഒരു മൈക്രോഫോണും ഇതെല്ലാം ഒരു ബാറ്ററിയും എല്ലാം എടുത്തുകൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ട് എടുത്ത് കൊണ്ടുവരില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ നടന്നിട്ട് വരും. അപ്പോൾ അന്ന് ഇന്ന് നോക്കുമ്പോൾ രാപ്പകലിന് വ്യത്യാസമുണ്ട്. വളരെയധികം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുഗ്രാമക്കാരായ നമുക്ക് വളരെയധികം വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്തു തന്നു. ഞാൻ നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുഖ്യപ്രഭാഷകനായി നമ്മുടെ ബഹുമാനപ്പെട്ട സിയാദ് സഖാഫി നമ്മുടെ സ്റ്റേജിയിലുണ്ട്. അതിന് മുമ്പ് നമ്മുടെ എല്ലാം ആയ നമ്മുടെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ആവേശമായ MS മുഹമ്മദ് മൂപ്പരുടെ സംസാരവും ഇവിടെ നടക്കാനുണ്ട്. മാത്രമല്ല
നമ്മുടെ ശൈലിയിൽ മറ്റും നല്ലവരായ പ്രഗത്ഭരായ ഒരുപാട് ഉസ്താദുമാരുണ്ട്. എങ്കിലും എല്ലാം കഴിയുന്നത് വരെ നിൽക്കാനുള്ള ഒരു ആഫിയത്ത് ഇപ്പോൾ പോരാ. മുമ്പ് 1 മണിയും 2 മണിയും ഒരേ നിൽക്കാനും കുളിക്കാനെല്ലാം നിന്നിരുന്നു. ഇപ്പം അത്രത്തോളം വർക്ക് ചെയ്യാനുള്ള ആഫിയത്തും കാര്യം ഇല്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ഉദ്ഘാടനം ചെയ്യേണ്ട സമയത്തൊക്കെ തന്നെ എത്തിയത് കൊണ്ട് അൽഹംദുലില്ലാ 2 വാക്ക് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തിട്ട് പോയിടാന്നുള്ള വിഷയം. ഞാൻ കുറച്ച് വേറെ നിർബന്ധ വിഷയത്തിന് പോയിട്ട് അങ്ങനെ കുറച്ച് താമസിക്കും. ഞാൻ ഈ സുഖമുള്ള നേരത്തെ ഫോണിൽ ഞാൻ പറഞ്ഞു. ഏതായിരുന്നു ഇൻഷാ അല്ലാഹ് ബദർ മൗലിദിൻ്റെയും ഖുതുബിയത്തിൻ്റെയും വാർഷികം എല്ലാ മാസവും നമ്മളെ ഈ പള്ളിയാന്ന് തന്നെ ആ മദ്രസ നമ്മളെ തുടക്കം മദ്രസ, ആ മദ്രസയിൽ തുടക്കം കുറിച്ചതാണ് ഖുതുബിയത്തും ബദർ മൗലിദ്. മാസിൽ ഖുതുബിയത്തും മാസിൽ ബദർ മൗലിദ്. പള്ളി ആയപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ പള്ളിയിലേക്ക് ആ മജ്ലിസ് നീങ്ങി. ഇപ്പോൾ ഖുതുബിയത്തും മജ്ലിസും ഖുതുബിയത്തും ബദർ മൗലിദും പള്ളിയിൽ നടക്കുന്ന മാത്രമേ അന്ന് ബാങ്കില്ല, അന്ന് ജുമായില്ല, അന്ന് ഒന്നുമില്ല, തുടക്കല്ലേ. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായൊരു പള്ളിയും നമുക്ക് അല്ലാഹ് തന്ന് നല്ലൊരു മദ്രസയും അല്ലാഹ് പൂർത്തിയാക്കി തന്ന് പിന്നെ ബാങ്കും തുടങ്ങി തന്ന് ജുമായും തുടങ്ങാൻ അല്ലാഹു നമുക്ക് അവസരമുണ്ടാക്കി. ഇപ്പം നല്ല ഒരു ജമാഅത്തായിട്ട് തന്നെ ഒരു ജുമാഅത്ത് പള്ളിയായിട്ട് തന്നെ നമ്മളെ ഈ സ്ഥലം മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയും പുരോഗമനവും എല്ലാം അല്ലാഹു ഉണ്ടാക്കി തരുമാറാകട്ടെ. അതിൻ്റെ എല്ലാം ഏറ്റവും വലിയ അതിൻ്റെ എല്ലാം കാരണം ബദർ മൗലിദ് ഇവിടെ എല്ലാ മാസവും നടക്കുന്നുണ്ട്. ഗൗസുല്ലാഹ് ഖുതുബിയത്തും ഇവിടെ നടക്കുന്നുണ്ട്. ആ 2 മജ്ലിസ് എല്ലാ മാസവും നടക്കുന്നുണ്ട്. കൊല്ലത്തിൽ അതിൻ്റെ 2ൻ്റെയും ഒന്നിച്ചിട്ടുള്ള ഒരു വാർഷികമാണ് നമ്മൾ നടത്തി വരുന്നത്. മനസ്സിലായില്ല. ചില സമയത്ത് 2-3 ദിവസത്തെ വാഴാക്കും, ചില സമയത്ത് ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് മതിയാക്കും, നമ്മളെ സൗകര്യം പോലെ. ഏതായാലും ഇത്തരം ഒരു ദിവസം കൊണ്ടും അങ്ങെങ്കിലും മതിയാക്കുന്ന ഒരു പരിപാടിയെങ്കിലും കണ്ടിന്യൂ ആവണം. നമ്മുടെ നാട്ടിൽ കണ്ടിന്യൂ ആവും. അള്ളാഹു കണ്ടിന്യൂ ആക്കി തരട്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു തരട്ട്. ഖൽബ് അല്ലാഹു ശുദ്ധിയാക്കി തരട്ട്. ഞാനൊരു ആയത്ത് ഓതി. എന്താണത്? മൻ അമില സ്വാലിഹൻ ഫലി നഫ്സിഹി. ഒരുത്തൻ സൽക്കർമ്മം ചെയ്താൽ, നല്ല കാര്യം ചെയ്താൽ, ഫലി നഫ്സി, അതിൻ്റെ ഗുണമായിരിക്കും ഓനെന്നെ, വേറെ ആയിരിക്കുമല്ല. ഈ ഇരിക്കുന്ന ഈ ഒലമുണ്ടക്കാർ ഒരു നല്ല കാര്യം ചെയ്തതിൻ്റെ ഗുണമായിരിക്കും. ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നതിൻ്റെ ഗുണം കണക്ക് തന്നെ. നിങ്ങളെ കൂട്ടത്തിൽ ഓരോരുത്തരും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണമായിരിക്കും തന്നെ ആ ചെയ്തു എനിക്ക് തന്നെ. രണ്ടാമത് അല്ലാഹു പറയുന്ന അതേ ആയത്തിൽ നിന്ന് ഒമൻ അസാഅ ഫഅലൈഹ. നല്ല കാര്യം ചെയ്യുന്നതിന് പകരം വേണ്ടാത്തരങ്ങളും തമ്മാടിത്തരങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അനാവശ്യങ്ങളുമാണ് ചെയ്തത്. എന്നാൽ ഫഅലൈഹ, അതിൻ്റെ ദോഷവും ആയിരിക്കന്നെ, അതിൻ്റെ ദോഷവും ഓനിക്കന്നെ. ഇത് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു പറയുന്നു സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. ഒരു ദിവസം നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ സൃഷ്ടാവായ ഒരുവനായ അല്ലാഹുവിൻ്റെ കോടതിയിലേക്ക് നിങ്ങളെ ഹാജരാക്കാനുണ്ട്. ആ ഒരു ബോധം, ആ ഒരു ഓർമ്മ എപ്പോഴും നിങ്ങളെ ഖൽബിൽ വേണം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നമുക്കൊക്കെ മരിക്കാനുണ്ട്. മാത്രമല്ല ഈ ലോകത്തിന് തന്നെ ഒരു അന്ത്യമുണ്ട്. അങ്ങനെ ലോകം ഒക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കോടതിയിലേക്ക് ഹാജരാക്കാനുണ്ട്. ഹാജരാക്കി നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെ സംബന്ധിച്ചും വേണ്ടാത്ത കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മളെല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആ ദിവസത്തിലുണ്ടാവും അല്ലാഹു നമ്മളെ ചോദ്യം ചെയ്യും. അപ്പം അള്ളാഹിൻ്റെ കോടതിയിൽ അള്ളാഹ് നമ്മളെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മളെന്താക്കണം? നമ്മളെ നഫ്സിനെ നമ്മൾ തന്നെ ഒന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ്. ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു. പരലോകത്ത് അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യും.
ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ചോദ്യം ചെയ്താൽ ആ ചോദ്യത്തിന് ശരിക്കും മറുപടി പറഞ്ഞിട്ടല്ലാതെ വെച്ച കാര്യം മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പക്ഷെ അള്ളാഹു അവന്റെ കോടതിയിൽ നിങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഈ ഭൗതിക ലോകത്ത് ഓരോ ദിവസവും നിങ്ങളെ നഫ്സിനെ നിങ്ങളൊന്ന് ചോദ്യം ചെയ്യണോ? ഇന്നത്തെ ദിവസം നല്ല കാര്യങ്ങളായിട്ട് നീ എന്തെല്ലാം ചെയ്ത്, ഇന്നത്തെ കാര്യം ഈ ദിവസം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് നീ എന്തൊക്കെ ചെയ്തു എന്ന് നിന്റെ നഫ്സിനെ എല്ലാ ദിവസവും ഈ ഭൗതിക ലോകത്ത് നീ ചോദ്യം ചെയ്ത് നിന്റെ നഫ്സിനെ നീ എന്താക്കണം, നന്നാക്കാൻ നോക്കണോ? ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അള്ളാഹുവിൻ്റെ ചോദ്യം വരുന്നതിന് മുമ്പ് ഇവിടെ നമ്മളെ നഫ്സിനെ നമ്മൾ തന്നെ ചോദ്യം ചെയ്ത് എല്ലാ ദിവസവും മുന്നോട്ടുള്ള ജീവിതം നന്നാക്കാൻ വേണ്ടി ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് റഹ്മർ റഹീമിനായ രാജസീദായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, മാസം തോറും നടക്കുന്ന ഞങ്ങളെ ബദർ മൗലിദിൻ്റെ മജ്ലിസ്, ഖുത്ബിയത്തിൻ്റെ മജ്ലിസ്, കൊല്ലം തോറും നടക്കുന്നതിൻ്റെ ഈ ഇത്തരം വാർഷിക മജ്ലിസ്, എല്ലാ നല്ല കാര്യങ്ങളും, എല്ലാ മജ്ലിസുകളും, എല്ലാ പ്രോഗ്രാമുകളും, എല്ലാ പരിപാടികളും നല്ല നിലക്ക് അല്ലാഹുവേ നീ നിലനിർത്തി തരണേ അല്ലാ, നീ നിലനിർത്തി തരണേ അല്ലാ. നീ ബഹുമാനിച്ച ആദരിച്ച ബദരീങ്ങളുടെയും മൊഹിദീൻ ഗൗസുൽ ആദം തങ്ങളുടെയും ഒക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, മറ്റുള്ള നിന്റെ എല്ലാ മഹാരഥന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ സകല ചെറുദോഷങ്ങളും സകല വന്തോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാഫാക്കി തരണേ അല്ലാ. ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാ. ഈമാൻ കൊണ്ട്, ഇൽമു കൊണ്ട്, ഹിക്മത്ത് കൊണ്ട്, മാരിഫത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ പ്രകാശിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളെ ഖൽബ് നീ പ്രകാശിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളിലും ഞങ്ങളുടെ മാതാപിതാക്കളിലും ഭാര്യമാരിലും മക്കളിലും മരുമക്കളിലും പേരമക്കളിലും ബന്ധപ്പെട്ടവരിലും ഉള്ള എല്ലാ വക രോഗങ്ങളും പടച്ചറബേ നിന്റെ മഹാന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് പരിപൂർണമായും നീ ശിഫിയാക്കി തരണേ അല്ലാ. നീ ശിഫിയാക്കി തരണേ അല്ലാ. ഏറ്റവും വലിയ പടർന്നു പിടിക്കുന്ന ഒരു രോഗമായിട്ടാണ് ഇന്ന് ഡയാലിസ്, കിഡ്നി സംബന്ധമായ ഡയാലിസ് നമ്മൾ കാണുന്നത്. പടച്ചറബേ ഡയാലിസ് ആവശ്യമായി വരുന്ന രോഗം, ആ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഇതുപോലത്തെ മജ്ലിസിൽ ഇടയ്ക്കിടെ ഞാൻ ദ്വാരക്കാരുള്ള ഒരു പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തുണ്ട് കൂർണർക്കയിൽ, MS മുഹമ്മദ് മൂപ്പർക്ക് അറിയാൻ തോന്നുന്നു. ആഴ്ചയിൽ 2-3 ഡയാലിസ് തുടങ്ങിയിട്ട് 1 കൊല്ലല്ല, 2 കൊല്ലല്ല, 10 കൊല്ലല്ല, 15 കൊല്ലല്ല, 17 കൊല്ലം കഴിഞ്ഞു. ആഴ്ചയിൽ 2-3 ഡയാലിസ് ചെയ്തിട്ട് അദ്ദേഹം ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് 17 കൊല്ലമായി. എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഡയാലിസ് നടക്കുന്നത്? പാതർമല്ല ഹോസ്പിറ്റലിലാണ്. മംഗലാപുരം പാതർമല്ല ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിൻ്റെ ഡയാലിസ് ആഴ്ചയിൽ 2-3 പ്രാവശ്യം നടക്കുന്നത്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം പുത്തൂർ മംഗലാപുരം പോയി വരാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ട ഭാര്യനെയും ഏക കുട്ടിയെയും കൂട്ടിയിട്ട് പാതർമല്ല ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് റൂമെടുത്ത് താമസിക്കുകയാണ്. എന്തിനാണ് മംഗലാപുരത്ത് റൂമെടുത്ത് ഹോസ്പിറ്റലിന് മുമ്പിൽ റൂമെടുത്ത് താമസിക്കുന്നത്? സുഖിക്കാനല്ല, സന്തോഷിക്കാനല്ല, സമ്പാദിക്കാനല്ല, അദ്ദേഹത്തിൻ്റെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയാണ്. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ? എന്തായിരിക്കും കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ വിഷമം? എന്തായിരിക്കും ഈ ഉപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ കഴിയുന്ന കുട്ടിയുടെ മാനസിക നില എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. പടച്ചറബ് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, നിന്റെ മഹാന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഡയാലിസ് അവസാനിപ്പിച്ച് അദ്ദേഹത്തിന് നീ പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. പൂർണ്ണമായ ആഫിയത്ത് കൊടുത്ത് ആ കുടുംബത്തെ നീ സമാധാനിപ്പിക്കണേ അല്ലാഹ്. നീ സമാധാനിപ്പിക്കണേ അല്ലാഹ്. ഇതെടുത്തോ മംഗലാപുരത്തോ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെയോ ബംഗളൂരിൻ്റെയോ സ്റ്റോറിയല്ല, നമ്മളെ മുറ്റത്തുള്ള നമ്മളെ പുത്തൂർ കൂർണർക്കയിൽ ഉള്ള സ്റ്റോറിയാണ് ഞാൻ വിവരിച്ചത്. അതുകൊണ്ട് അത്തരം ഡയാലിസ് ആവശ്യമായി വരുന്ന രോഗങ്ങളെ തൊട്ട് അല്ലാഹു ഞങ്ങളെല്ലാം നീ കാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്.
വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ബേജാറുകളും എല്ലാം നീ തീർത്തു തരണേ അല്ലാഹ്. ഇവിടുത്തെ ജുമാഅത്ത് പള്ളിയുടെ കാര്യത്തിലും ഇവിടുത്തെ മദ്രസയുടെ കാര്യത്തിലും എല്ലാം നല്ല നിലക്ക് അവരവരുടെ കഴിവനുസരിച്ച് അധ്വാനിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്, നല്ല യോജിപ്പിലാണ്, ഐക്യത്തിലാണ് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഇവിടെ എത്തിപ്പെടാൻ കുറേ പണിയുണ്ടെങ്കിലും ഇപ്പോൾ റോഡ് സൗകര്യമായി, വെഹിക്കിൾ സൗകര്യമായി. പണ്ട് ഒന്നുമില്ല, പിള്ളേർ കെട്ടിൽ ഇറങ്ങിയിട്ട് നടക്കലെന്നെ. ഞാൻ നടക്കലെന്നെ. അപ്പോൾ അള്ളാഹു വലിയ നിഅമത്ത് നമുക്ക് ചെയ്ത് ഈ നിഅമത്ത് അള്ളാഹു വർദ്ധിപ്പിച്ച് തട്ട്, അള്ളാഹു നിലനിർത്തി തട്ട്. കുറേ മുത്താലിമ്യങ്ങൾ വെച്ചിട്ട് നന്നായി ദർസ് നടത്തുന്ന റിയാദ് സഖാഫിയാണ് നമ്മളെ ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. എൻ്റെ അനുജൻ്റെ മകനും കൂടിയാണ്, ഞങ്ങൾ കുടുംബക്കാരാണ്. ഇൻഷാ അല്ലാഹ് മൂപ്പരെ മുഖ്യ പ്രഭാഷണം നടക്കും. അതുപോലെ മറ്റു ഉസ്താദുമാരുടെ പ്രഭാഷണവും അതുപോലെ നമ്മളെ MS മുഹമ്മദ് മൂപ്പരെ പ്രഭാഷണമെല്ലാം ഇവിടെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാം കഴിഞ്ഞ് പൂർത്തിയായി മഹാന്മാരുടെ പേരിൽ ഉണ്ടാക്കിയ തബറുക്ക് സ്വീകരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും നന്നായിട്ട് പിരിയാം. ഇൻഷാ അല്ലാഹ് ഞാനൊരു 10 മിനിറ്റ് ഇരുന്നിട്ട് പിന്നെ ഞാൻ പോയിരുന്നു. അള്ളാഹു നമ്മളെല്ലാവരും ആഫിയത്തിനെ കാക്കട്ട്, ആഖിബത്ത് അള്ളാഹ് നന്നാക്കി തരട്ട്, അവസാനം ഈമാൻ അള്ളാഹ് സലാമത്താക്കി തരട്ട് എന്ന ദുആയോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ തിരുനാമം കൊണ്ട് മഹത്തായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.